നയൻറ്റീസ് കിഡ്സിന്റെ ലൈഫിനെ ഏറ്റവും കൂടുതൽ കളർഫുൾ ആക്കിയിട്ടുള്ള സിനിമകൾ ദിലീപിൻ്റെതായിരിക്കും എന്ന് പറഞ്ഞാൽ സംശയിക്കേണ്ട കാര്യമില്ല. കാരണം സി ഐ ഡി മൂസ പോലെയുള്ള സിനിമകളൊക്കെ റിപ്പീറ്റ് വാച്ചിങ് വാല്യൂവിൽ ഇപ്പോഴും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സിനിമകളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഏറ്റവും വിവാദം ഉണ്ടാക്കിയ ഒരു കേസിന് പിന്നാലെ വന്നിട്ടുള്ള സിനിമകളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയോ ആ ഒരു പഴയ ദിലീപിനെ അല്ലെങ്കിൽ ആ ഒരു നടനെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് സംശയം തോന്നിയിട്ടുണ്ട്. മലയാള സിനിമയിലെ ജനപ്രിയ നായകൻ എന്നൊരു ടൈറ്റില് ദിലീപ് നേടിയെടുത്തിട്ടുണ്ട്. അദ്ദേഹം 90കളിൽ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയെങ്കിലും 2000-ലാണ് അദ്ദേഹത്തിൻ്റെ മികച്ച സിനിമകൾ, അതായത് നമ്മളൊക്കെ ആഘോഷിച്ചിട്ടുള്ള സിനിമകൾ അദ്ദേഹത്തിന്റെ വരുന്നത്. അതായത് സി ഐ ഡി മൂസ ആയിക്കോട്ടെ, കുഞ്ഞിക്കുഞ്ഞായിക്കോട്ടെ, മീശമാധവൻ ആയിക്കോട്ടെ, വെട്ടമായിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ പറയാ മീനത്തിൽ താലി തുടങ്ങിയ നിരവധി ഹിറ്റുകളുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ സിനിമകളുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കോമഡി ആയിരിക്കും, കുടുംബ പ്രേക്ഷകർക്ക് പറ്റുന്നതായിരിക്കും. അതായത് തിയേറ്ററുകൾ അങ്ങ് ചിരിച്ചു മറിയാൻ പറ്റുന്ന പാകത്തിനുള്ള സിനിമകൾ, കഥകൾ തിരഞ്ഞെടുക്കാൻ ആ സമയത്ത് ദിലീപ് എന്ന നടന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം മിക്കവാറും ഫെസ്റ്റിവൽ സീസണിലായിരിക്കും, ഒന്ന് വിഷു, ഓണം, ക്രിസ്മസ്, ഈ ഒരു സമയത്തായിരിക്കും സിനിമ എത്തുന്നത്. അപ്പോൾ കുട്ടികളെയും കൂടെ കൂട്ടി തിയേറ്ററിൽ പോയി കാണാൻ സാധിക്കുന്ന സിനിമ. കോമഡി ഫസ്റ്റ് ഹാഫിലുണ്ടെങ്കിലും സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പം വലിയ രീതിയിലുള്ള ഇമോഷണലി നമ്മളെ ഹോണ്ട് ചെയ്യുന്ന രീതിയിലുള്ള സാധാരണക്കാരന്റെ ജീവിതം കൂടി, അതായത് പ്രണയമായിക്കോട്ടെ, കുടുംബമായിക്കോട്ടെ, കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളായിക്കോട്ടെ, കൂട്ടുകാർക്കിടയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളായിക്കോട്ടെ, ഇങ്ങനെ ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കാനിടയുള്ള എല്ലാ കാര്യങ്ങളും കൂടെ ചേർത്ത് വെച്ചായിരിക്കും ഒരു ദിലീപ് സിനിമ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. പിന്നെ 2000-ൽ അദ്ദേഹം നല്ല കുറേ സിനിമകൾ ചെയ്തു വെച്ചെങ്കിലും പിന്നീട് നമ്മളൊക്കെ അറിയുന്നത് പോലെ 2017 ഒരു വലിയ സംഭവം ഉണ്ടാവുന്നു. നടി ആക്രമിക്കപ്പെടുന്ന കേസിന് ശേഷം അദ്ദേഹം ജയിലിലാവുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ പുറത്തിറങ്ങിയതിനു ശേഷം രാമലീല വരുന്നു. രാമലീല വലിയൊരു ഹിറ്റായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് ആ സിനിമയുടെ പ്രൊമോ ഒക്കെ കട്ട് ചെയ്ത് വിടുന്നത് അമ്മാതിരി ഹൈപ്പിലുള്ള. ആ സിനിമയുടെ ഈ അറസ്റ്റിന് തൊട്ട് മുമ്പ് ആ സിനിമയുടെ ഒരു ടീസർ വന്നിട്ടുണ്ടായിരുന്നു. ആ ടീസറിൽ ആ സിനിമയുടെ ഒരു മൊത്തത്തിലുള്ള രീതി എന്ന് പറയുന്നത് ഈ ഒരു നേതാവാകാൻ പോകുന്ന ആളൊരു കുറ്റക്കാരനാണ് എന്ന് കാണിക്കുന്ന ഒരു രീതിയിലാണ്. അപ്പൊ ഫസ്റ്റ് വന്ന ടീസർ ദിലീപ് അവതരിപ്പിക്കുന്ന രാമനുണ്ണി എന്ന് പറയുന്ന കഥാപാത്രം കുറ്റക്കാരനാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതിന് മുമ്പ് പുറത്തു വന്ന ടീസർ ഉണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട്, ഈ അറസ്റ്റ് നടന്നതിന് തൊട്ടു പിന്നാലെ ഇതിന്റെ ഒരു ട്രെയിലർ പോലെ ഒരു വീഡിയോ പുറത്തു വന്നു. ആ വീഡിയോയില് രാമനുണ്ണി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്നെ കുറ്റക്കാരനാക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമുള്ളതുപോലെ എന്ന് തോക്ക് ചൂണ്ടിയിട്ട് ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പം മൊത്തത്തില് ആ ഒരു സിനിമയുടെ ഒരു പ്രമോഷൻ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് നല്ല ഒരു പൊളിറ്റിക്കൽ സറ്റയർ ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. അത് തിയേറ്ററിൽ ആ സമയത്ത് പ്രേക്ഷകര് എല്ലാവരും ഒന്നടങ്കം ഒരു നടൻ്റെത് മാത്രമല്ല സിനിമ, സംവിധായകന്റെ എഫേർട്ട്, അതുപോലെ ഒരുപാട് ആളുകളുടെ എഫേർട്ട് അതിലുണ്ട്. അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും സിനിമ തിയേറ്ററിൽ പോയി കാണും എന്ന് തീരുമാനിച്ച വലിയൊരു വിഭാഗം പ്രേക്ഷകരുണ്ടായിരുന്നു. ആ സിനിമ അത് വിജയിക്കുകയും ചെയ്തു. പക്ഷെ അതിനുശേഷം വന്ന സിനിമകളിൽ ആ രീതിയിൽ അത് നിലനിർത്തിക്കൊണ്ട് പോകാൻ ആ ഒരു ജനപ്രിയൻ എന്ന ടാഗ് അദ്ദേഹത്തിന് ചില സമയത്തെങ്കിലും നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്നൊരു സംശയം തോന്നിയിട്ടുണ്ട്. ചില സമയത്തെന്നല്ല, കേസിന് ശേഷം അദ്ദേഹത്തിന് അത് കിട്ടുന്നില്ല. ദിലീപ് എന്ന നടന് ജനപ്രിയ നടൻ അല്ലെങ്കിൽ ജനപ്രിയ നായകൻ എന്ന ടൈറ്റിലേക്ക് പിന്നീട് എത്താൻ കഴിയുന്നില്ല. കാരണം ആ കേസ് അത്രയും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. തുടക്കം മുതൽ ഇപ്പോഴും ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ അതിൻ്റെ വിധി വരുമെന്ന് പറയുന്ന സമയത്തും ഒരിക്കൽ പോലും താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയാനോ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ദിലീപ് അത്തരം കേസ് നടക്കുന്നതുകൊണ്ട് അത്തരം പ്രസ്താവനകൾ നടത്താനോ ഒന്നും സാധിക്കുകയുമായിരുന്നില്ല. മറ്റൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സിനിമ ഇറങ്ങുന്ന സമയത്ത്, ദിലീപിന്റെ സിനിമ ഇറങ്ങുന്ന സമയത്ത് ദിലീപ് പലയിടങ്ങളിലും പ്രൊമോഷന് കുറെ നാളുകൾ നിങ്ങളെ ചിരിപ്പിച്ച ഞാനിപ്പോൾ കുറെ നാളായി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഇറക്കി നോക്കിയിട്ടുമുണ്ട് സിനിമകളുടെ. പക്ഷെ എന്ത് സംഭവിക്കുക വെച്ചാൽ ദിലീപ് സിനിമ വരുന്ന ഒരു സമയത്ത് ഈ കേസ് വീണ്ടും ഇത്രയും സജീവമായി സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവും. കുടുംബ പ്രേക്ഷകർക്ക് പഴയ രീതിയിൽ ദിലീപിനെ വീണ്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല, സിനിമയുടെ നിലവാരവും കഥ തിരഞ്ഞെടുക്കുന്നതിൽ ഒരു വലിയ പ്രശ്നമുണ്ട്. അതായത് പ്രിൻസ് ആൻഡ് ഫാമിലി ആയിക്കോട്ടെ, കേശി വീടിന്റെ നാഥൻ തുടങ്ങിയ സിനിമകളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ എന്താണ് ഇതിൽ നിന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത്രയും കാലം നമ്മൾ കണ്ട അല്ലെങ്കിൽ
കോമഡികൾക്ക് ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട്. ആ മാറ്റത്തിനനുസരിച്ച് മാറണം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. കോമഡി ഇപ്പൊ പറയുന്നത് പണ്ട് ഒരു പഴത്തൊലിയിൽ ചവിട്ടി വീഴുന്നത് കാണുമ്പോൾ പ്രേക്ഷകർ ചിരിക്കുമായിരുന്നു. പക്ഷെ അതേ സാധനം തന്നെ ഇപ്പൊ കൊണ്ടുവന്ന് ചെയ്യുമ്പോൾ പ്രേക്ഷകർക്ക് ആവർത്തന വിരസതയാണ് തോന്നുന്നത്. അങ്ങനെ പല സമയത്തും റീസെന്റ് ആയി വന്നിട്ടുള്ള പല ദിലീപ് സിനിമകളിലും പഴയകാല കോമഡി അതേപോലെ പുതിയൊരു കുപ്പിയിലേക്ക് ആ വീഞ്ഞു മാറ്റി കൊണ്ടുവരുന്നു എന്നൊരു അഭിപ്രായം പലരും പറഞ്ഞിട്ടുണ്ട്. പ്രേക്ഷകരും നിരൂപകരും ഒക്കെ അത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇപ്പൊ നമ്മള് പഞ്ചാബി ഹൗസ് പോലെയുള്ള കല്യാണരാമൻ പോലെയൊക്കെയുള്ള സിനിമകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകളുടെ ഒരു കുറവ് ഇന്നത്തെ സിനിമയിൽ ദിലീപ് ചിത്രങ്ങളിലും ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അന്നത്തെ സിനിമകളിൽ ഇപ്പം ചില ഇന്റർവ്യൂലൊക്കെ മോഹൻലാൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചില സിനിമയിലെ രംഗങ്ങൾ കാണുമ്പോൾ ആ സിനിമയിൽ അഭിനയിച്ചിരുന്ന അല്ലെങ്കിൽ ആ രംഗത്തിൽ അഭിനയിച്ചിരുന്ന മറ്റാരും ജീവിച്ചിരിപ്പില്ല, ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നാറുണ്ട്. അങ്ങനെ പല ആക്ടേഴ്സും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ദിലീപിന്റെ കാര്യത്തിലും അദ്ദേഹത്തിന്റെ ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന പല ലെജൻഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളും ഇന്നില്ല. അപ്പൊ ആ ഒരു കുറവ് തീർച്ചയായിട്ടും സിനിമകളുടെ കാസ്റ്റിംഗിലേക്ക് വരുമ്പോഴും ചിലപ്പോൾ അങ്ങനെ അഭിനയിക്കാൻ പറ്റുമായിരിക്കും എന്ന് കരുതി എഴുതുന്ന ചില കോമഡികൾ പക്ഷെ അതേപോലെ അഭിനയിക്കാനുള്ള ആളുകൾ ഇല്ലാത്തത് കൊണ്ട് വർക്കാവാതെ പോകുന്നതായിട്ടും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, നമ്മൾ പഴയ സിനിമകൾ ഇപ്പോൾ നല്ല രീതിയിൽ വിമർശിക്കപ്പെടാറുണ്ട്. അതിന്റെ കോമഡികളിലാണെങ്കിലും സീനുകളാണെങ്കിലും ഒക്കെ. കാരണം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇപ്പോൾ കൂടുതൽ ചർച്ച ചെയ്യും. പണ്ടൊരു കോമഡി നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ ഒരു ഡബിൾ മീനിങ് കോമഡി വർക്കായിരുന്നു, ബോഡി ഷേമിംഗ് വർക്കാകുമായിരുന്നു, റേസിസം വർക്കാകുമായിരുന്നു. അപ്പം അത്തരം കാര്യങ്ങളൊന്നും ഇപ്പോഴത്തെ സിനിമകളിൽ ആ രീതിയിൽ വർക്കാവില്ല. നമ്മൾ കണ്ടതാണ് പൃഥ്വിരാജിന്റെ കടുവ എന്ന് പറയുന്ന സിനിമയിൽ ഒരു വയ്യാത്ത മെന്റലി ചലഞ്ചഡ് ആയിട്ടുള്ള ഒരു കുട്ടീനെ കോട്ട് ചെയ്തിട്ടുള്ള ഒരു ഡയലോഗ്. ആ സിനിമ ഒറ്റ ഡയലോഗ് കൊണ്ട് നായകൻ വില്ലനായി പോയി എന്നാണ് എനിക്ക് ആ സിനിമയിൽ തോന്നിയത്. അപ്പൊ ആ സിനിമ പിന്നെ അവർക്കത് മ്യൂട്ട് ചെയ്യേണ്ടി വന്നു. കാരണം അത്രയധികം ഇപ്പോൾ സിനിമകളിൽ ഉണ്ടാവുന്ന പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ചർച്ച ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ പുതിയ സിനിമകളെ കമ്പയർ ചെയ്യുമ്പോൾ പുതിയ സിനിമകളിലെ കോമഡികളൊന്നും അത്തരത്തിലുള്ളതല്ല. ഇപ്പോൾ പുതിയ സിനിമയിൽ കോമഡി ചെയ്യുന്ന നിരവധി ആളുകളുണ്ട്. നമുക്ക് മനസ്സിലാവുന്ന നല്ല രസമുള്ള സിനിമകൾ ചെയ്യുന്നു. പടക്കളം സിനിമ, ആ സിനിമ കണ്ടിട്ട് എന്തോരം കോമഡി ഉണ്ട് ആ സിനിമയിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിനുള്ളിൽ പല ഇന്റർനാഷണൽ മൂവീസിന്റെയോ അല്ലെങ്കിൽ പലതിന്റെ റെഫറൻസ് ഒക്കെ അതിനുള്ളിൽ അവിടെ ഇവിടെയൊക്കെ യൂസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും ആ സിനിമ വർക്കാവും. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ എത്ര തവണ ഈ സിനിമകൾ റിപ്പീറ്റ് വാച്ചിങ് ചെയ്യും എന്നുള്ളൊരു കാര്യം എനിക്കും സംശയമുണ്ട്. ഇപ്പം പഴയ സിനിമകളെല്ലാം നല്ലതാണെന്നല്ല, ചില സിനിമകളൊക്കെ നമ്മൾ റിപ്പീറ്റഡ്ലി, ഇപ്പോൾ എനിക്ക് തോന്നുന്നു വെട്ടം സിനിമയൊക്കെ എത്ര തവണ കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ ഒരു ടേസ്റ്റാണ് ഞാൻ പറയുന്നത്. കല്യാണരാമൻ, വെട്ടം, പഞ്ചാബി ഹൗസ്, CID മൂസ പോലെയുള്ള സിനിമകൾ, മീശ മാധവൻ പോലെയുള്ള സിനിമകൾ റിപ്പീറ്റ് കാണുന്നത് പോലെ ഇപ്പോൾ ഉള്ള സിനിമകൾ, അതിപ്പം ഒട്ടുമിക്ക സിനിമകൾക്കും ഒരു റിപ്പീറ്റ് വാച്ചിങ് വാല്യൂ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ലാന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്തരത്തിൽ എനിക്കങ്ങനെ ഫീൽ ചെയ്യാറില്ല. പണ്ടും എനിക്ക് കോമഡി സിനിമകളേക്കാൾ കൂടുതൽ എന്തെങ്കിലും ഒരു മെസ്സേജ് പറയുന്ന സിനിമകളോട് എനിക്കൊരു താല്പര്യം തോന്നിയിട്ടുണ്ട്. അപ്പം പണ്ടേ ഞാൻ ദിലീപ് ഫാൻ ആയിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സിനിമകൾ റിപ്പീറ്റ് ഇരുന്ന് കാണുന്ന ഒരു ശീലവും എനിക്കുണ്ടായിരുന്നില്ല. കാരണം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒന്നും അറിയുന്നതിന് മുന്നേ തന്നെ ഇതിനകത്ത് എന്തൊക്കെയോ ഈ കോമഡിയിൽ പ്രശ്നമുണ്ട് എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അത് റൈറ്റ് ആണോ റോങ് ആണോ എന്നൊന്നും എനിക്കറിയില്ല. മുൻപേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ ചാന്തുപൊട്ട് പോലെയുള്ള സിനിമകൾ ഒരു വിഭാഗം ആളുകൾക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഡാമേജ് എത്രയാണെന്നൊക്കെ ഉള്ളത്. അത് ശീതൽ ശ്യാമും അടുത്തിടെ പറയുണ്ടായി. അവർക്ക് ആ സിനിമ തിയേറ്ററിൽ ഇരുന്ന് കാണാൻ പറ്റാത്ത തരത്തിൽ അവരെ ആളുകൾ തിയേറ്ററിൽ നിന്ന് ഉപദ്രവിച്ചിറക്കിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മളോടുള്ള പറഞ്ഞിട്ടുള്ള ഒരു ഇന്റർവ്യൂ തന്നെ അവർ പറയുന്നുണ്ട്. അപ്പം ആ കമ്മ്യൂണിറ്റീനോട് ആ സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത് എന്താണെന്നൊക്കെ ഒരു വലിയ ചർച്ചയായിട്ടുണ്ട്. അപ്പം ആ സിനിമകൾ ഒരു ദിലീപിനാണോ അവാർഡോ എന്തോ കിട്ടിയിട്ടുണ്ട് തോന്നുന്നു ആ സിനിമയിൽ. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷെ ആ സിനിമകളും അല്ലെങ്കിൽ അത്തരം റോളുകൾ ചെയ്യാൻ മലയാളത്തിൽ മറ്റാര് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് വേറൊരാൾ ആ സമയത്ത് ചൂണ്ടിക്കാണിക്കാനുണ്ടായിരുന്നു. അത് മാത്രമല്ല, ദിലീപിന്റെ പഴയ സിനിമകളൊക്കെ എടുത്തോണ്ട് ഇപ്പൊ കുഞ്ഞിക്കൂനൻ പോലെയുള്ള സിനിമകൾ, മായാമോഹിനി, ഇത്തരത്തിൽ വേഷപ്പകർച്ച നടത്താനായിട്ട് ഏറ്റവും ഇപ്പൊ നമ്മള് തമിഴിലെ വിക്രത്തെയൊക്കെ പറയും. പക്ഷെ അദ്ദേഹം ബോഡി ട്രാൻസ്ഫോർമേഷനിൽ അത്രയും എക്സ്ട്രീം എടുക്കുന്നതാണ്. അത്രത്തോളം വന്നില്ലെങ്കിൽ പോലും മലയാളത്തിൽ അങ്ങനെ ചെയ്യുന്ന ഒരു നടൻ ആരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പണ്ടും ദിലീപ് തന്നെയാണ് ഏറ്റവും കൂടുതൽ അത്തരം കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ സൗണ്ട് തോമ പോലെയൊക്കെയുള്ള സിനിമകൾ അദ്ദേഹം പലതരത്തിലുള്ള ട്രയലുകൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടി അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾക്ക് വേണ്ടി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെയും അദ്ദേഹത്തിന് പ്രേക്ഷകരുടെ പൾസ് മാറിയത് മനസ്സിലാക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഈ കേസ് വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയിലുള്ള തകർച്ച അദ്ദേഹത്തിന് വീണ്ടും ഒരു നിഷ്കളങ്കമായ ഒരു തമാശ പറയുമ്പോൾ നമുക്കത് നിഷ്കളങ്കമല്ലാതെ തോന്നുന്ന ഒരവസ്ഥ. അദ്ദേഹം തെറ്റുകാരനാണോ അല്ലയോ എന്നുള്ളതൊക്കെ വിധി വന്നതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എങ്കിൽ പോലും
പ്രേക്ഷകരുടെ ഒക്കെ മനസ്സിൽ, ഒരു വിഭാഗം ആളുകളുടെയെങ്കിലും മനസ്സിൽ ഈ ഒരു രീതിയിൽ ഒരു നിഷ്കളങ്കമായിട്ട് ഇതിനൊന്നും ആസ്വദിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പോന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു മൈസാൻഡ പോലെയുള്ള സിനിമകൾ വന്ന സമയത്ത് അത് കുറച്ചുകൂടി കുട്ടികൾക്ക് വളരെ താല്പര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിങ്കൻ എന്നൊരു സിനിമ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലൊക്കെയുള്ള സിനിമകൾ വന്നാൽ ഒരുപക്ഷെ കുട്ടികൾക്ക് കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് തോന്നുകയും ഫാമിലി കുറച്ചുകൂടി തിയേറ്ററിലേക്ക് എത്തുകയും ഒക്കെ ചെയ്യുമായിരിക്കും. പക്ഷേ ഈ സമീപകാലത്തൊക്കെ കഴിഞ്ഞ ഒരു 6-7 വർഷത്തോളം നോക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സിനിമകളിൽ ബ്ലോക്ക് ബസ്റ്റർ അല്ലെങ്കിൽ അത്രയും നല്ല രീതിയിൽ എത്തിയെന്ന് പറയാൻ പറ്റുന്ന സിനിമകൾ വളരെ കുറവാണ്. ഇപ്പോൾ OTT-യിൽ ഇറങ്ങിയ സിനിമകളാണെങ്കിലും തിയേറ്ററിൽ ഇറങ്ങിയ സിനിമകളാണെങ്കിലും ഒക്കെ ഇതേ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ ലാസ്റ്റ് വന്ന പവി, കെയർടേക്കർ പോലെയുള്ള സിനിമകളാണെങ്കിലും ഒക്കെ ഈ ഒരു വിമർശനം നേരിടുന്നുണ്ട് എന്നതാണ്. അപ്പം നമുക്കിനി ഇപ്പൊ വിധി വരാൻ പോവുകയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇനി സിനിമകളുടെ ഭാവി, അദ്ദേഹത്തിന്റെ സിനിമയുടെ ഭാവി എന്താകും എന്നൊന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ എങ്കിൽ പോലും സിനിമകളുടെ കാഴ്ചപ്പാടിൽ കുറെ കൂടി മാറ്റം വരുത്തേണ്ടതുണ്ടെന്ന് തോന്നുന്നു. കഥ തിരഞ്ഞെടുക്കുന്നതിലും അതിന്റെ സംവിധായകരിലും അല്ലെങ്കിൽ പുതിയ കഥകൾ, ഇപ്പം മോഹൻലാൽ അല്ലെങ്കിൽ മമ്മൂട്ടി കഥ തിരഞ്ഞെടുക്കുന്നത് ഇപ്പോൾ ഭയങ്കര ചർച്ചയാവുന്ന ഒരു കാര്യമാണ്. അപ്പം അത്തരത്തിലുള്ള നായകനോ പ്രതിനായകനോ എന്നതിനപ്പുറത്തേക്ക് നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ഗസ്റ്റ് റോൾ ആയിക്കോട്ടെ എങ്കിലും ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് മാറാൻ പറ്റുക എന്ന് പറയുന്നതാണ് ഇനി ദിലീപിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്നുകൂടി എനിക്ക് നല്ല കമ്മാര സംഭവം പോലെയുള്ള സിനിമകൾ വന്നിട്ടുണ്ട് എന്നുള്ളത് മറന്നു പോകുന്നില്ല എന്നുകൂടി ഓർമ്മിപ്പിക്കേണ്ടത്. ഇല്ല, പക്ഷെ ഞാൻ പറഞ്ഞത് കഥാപാത്രത്തിന്റെ ഒരു സൃഷ്ടി അതിലെ വളരെ മികച്ചതായിരുന്നു. അതുപോലെ കുറിച്ച് ഭയങ്കര വിമർശനങ്ങൾ ഉണ്ടായി. അതുപോലെ ഇപ്പം തങ്കമണി പോലെയൊക്കെയുള്ള സീരിയസ് കഥാപാത്രങ്ങളും അദ്ദേഹം ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ ഒന്നും പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ അതിന് ആ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു ഇമ്പാക്ട് കൊടുക്കാൻ പറ്റാതെ പോകുന്നുണ്ട്. ഒന്നാമത് എനിക്ക് തോന്നുന്നത് കുടുംബ പ്രേക്ഷകരുടെ മനസ്സിൽ അദ്ദേഹം കുറ്റക്കാരനാണോ എന്നൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട്. രണ്ടാമതൊരു നെഗറ്റീവ് ക്യാമ്പയിൻ, ഇപ്പം ഒരു വേഗം എവിടുന്നോ ഒരു ദിലീപ് സിനിമകൾ വരുമ്പോൾ നെഗറ്റീവ് ക്യാമ്പയിൻ നമ്മൾ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്. പിന്നെ അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന കഥകളുടെ പ്രത്യേകത ഇത്. പിന്നെ കോമഡികളാണേലും പഴയ രീതിയിലുള്ള കോമഡികൾ ഇപ്പോൾ സിനിമ പ്രേക്ഷകർക്ക് വർക്കാവുന്നില്ല. ഒരു OTT, കോവിഡിന് ശേഷം OTT-യിൽ നമ്മൾ പലതരത്തിലുള്ള സിനിമകൾ കണ്ടു തുടങ്ങി. മലയാള സിനിമയിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പഴയ സിനിമകളെ പോലെ പഴയ കോമഡി അതേ രീതിയിൽ വർക്കാവില്ല. അപ്പോൾ ഇനി എന്താണ് പുതിയതായി ചെയ്യാൻ പറ്റുക, പുതിയതായിട്ട് എന്ത് ചെയ്താൽ തിരിച്ചെനിക്ക് ഇതിനകത്തേക്ക് ഈ ജനപ്രിയ നായകൻ എന്ന ടൈറ്റിലേക്ക് എത്താൻ പറ്റും എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ നല്ല കഥയും കഥാപാത്രങ്ങളും ഒക്കെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ദിലീപിന് സാധിച്ചാൽ അദ്ദേഹത്തിന് തിരിച്ചു വരാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.